ഫുള്ളായി. ഞാൻ കോളേജിൽ പോകാൻ നോക്കാം. ഇനിയിരുന്ന് നേരം വൈകും. ബൈ ഡാഡാ. ബൈ ഡിജി. ബൈ രിമ. മിസ്സേഴ്സ്, ഇത് ശരിയല്ല. നീ മര്യാദയ്ക്ക് ഫുഡ് കഴിക്കുന്നില്ല. കണ്ടില്ലേ, പ്ലേറ്റിട്ട് അതുപോലെ തന്നെ ഇരിക്കുന്നു. ഇവിടെ ഇരിക്കെ, നീ ഇത് കഴിച്ചിട്ട് പോയാൽ മതി. അതേ മോളെ തേജു, ഞാൻ കൊണ്ടുവന്നാക്കാം നിന്നെ കോളേജിലേക്ക്. നീ ഇവിടെ ഇരിക്കും. എന്നെ കോളേജിൽ കൊണ്ടുവന്നാക്കാൻ എന്തിനാ വരുന്നതൊക്കെ എനിക്കറിയാം. മാറ്റാരെ കാണാനല്ലേ? വേണ്ട, ഞാൻ പോവാ. ബൈ. മോളെ സൂക്ഷിച്ചു പോണേ. ഓക്കെ ഡാഡാ. ബൈ. അതെന്താ രജി തേജു അങ്ങനെ പറഞ്ഞേ? നീ കോളേജില് ആരെ കാണാനാ പോകുന്നേ? തേജുനെ കൊണ്ടുവന്നാക്കാനല്ലെങ്കിൽ എന്താണ് കാര്യം? എന്ത് കാര്യം? അവളെന്തൊക്കെ പറഞ്ഞു പോകുന്ന വെച്ചിട്ട് നീ അത് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് ചോദിക്കാൻ വരുന്നോ? എനിക്ക് ഓഫീസിൽ വെക്കുന്നുണ്ട്, ഞാൻ പോവാ. എന്തോ കള്ളത്തിലുണ്ടെന്ന് തോന്നുന്നു അങ്കിളെ. രജി എന്തോ എന്നെ വിളിക്കുന്നുണ്ടല്ലേ? അങ്കിളിനും അറിയാല്ലേ? അവൻ തന്നെ മോളുടെ അടുത്ത് പറഞ്ഞോളൂ. അയ്യോ, എന്തൊരു മടുത്തൊരു ജീവിതമാണിത്. കോളേജ്, ലൈബ്രറി, പഠിത്തം, അസൈൻമെന്റ്, പ്രോജക്റ്റ് വർക്ക്. മനുഷ്യരൊന്ന് റിലാക്സ് ആവാൻ പറ്റുന്നില്ല. ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുക. പൊന്നുമോനെ ജിനോയെ, നീ തന്നെ ഇത് പറയണം. മര്യാദയ്ക്ക് ക്ലാസ്സിൽ കയറില്ല. പ്രോജക്റ്റ് വർക്ക്, അസൈൻമെന്റ് മര്യാദയ്ക്ക് സബ്മിറ്റ് ചെയ്യ പോലും ഇല്ല. ലൈബ്രറി കയറുന്നതോ ഇരുന്ന് ഉറങ്ങാനും. എന്നിട്ടാണ് ഈ ഡയലോഗ് പഠിക്കുന്നത്. മോളെ ജിസു, നിനക്കൊന്നും ഞങ്ങളുടെ വിഷമം മനസ്സിലാവില്ല. മര്യാദയ്ക്ക് നിങ്ങളൊന്നും ക്ലാസ്സിൽ കയറി പോലില്ല. എന്നിട്ടും നല്ല വൃത്തിയായിട്ട് വന്ന് പരീക്ഷ എഴുതും. എന്നിട്ട് പരീക്ഷ എഴുതിക്കൊന്ന് പറയുന്ന മറുപടിയോ ഞങ്ങളൊന്നും എഴുതിയിട്ടില്ല. മാർക്ക് വരുമ്പോ കാണാം 2ഉം 3ഉം റാങ്കൊക്കെ മേടിച്ചിരിക്കുന്നത്. എടാ, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കണം. എനിക്ക് കോളേജിൽ വന്നാലും ഉറക്കം, വീട്ടിൽ പോയാലും ഉറക്കം. ഈ ഒരു പണിയല്ലേ ഉള്ളൂ. ഏയ്, അത് മാത്രം പറയറിയാമേ. ആ പണി മാത്രല്ല, അമ്മച്ചി ഉണ്ടാക്കുന്നത് വെട്ടി വീഴുന്ന ഒരു പണിയും കൂടി ഉണ്ടാവുന്നേ. ഓ, ഒന്ന് നിർത്തുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനിടയ്ക്ക് നിങ്ങളുടെ വക. ഒന്ന് മിണ്ടാതിരുന്നൂടെ നിങ്ങൾക്കൊക്കെ? ഇയാളെന്താ ഇവിടെ? ആരിവിടെ എന്നാ? നീ നല്ല സ്വപ്നം കാണുകയാണോ? യാമി, അല്ല, അങ്ങോട്ട് നോക്ക്. അങ്കിള്, ഐ മീൻ തേജു, നിന്റെ ഹസ്ബൻഡല്ലേ വരുന്നത്? ക്ലാസ്സിൽ കയറിയത് ഇവിടെ നിൽക്കായിരുന്നു. എന്താ കട്ടടിച്ച് പുറത്തു പോകുന്നതാണ് എല്ലാവരും. ഹായ് ബേബി. How romantic. ബേബി, എൻ്റെ ദൈവമേ, എൻ്റെ കണ്ണെന്തങ്ങനെ കിടന്നിങ്ങനെ തുടിക്കുന്നത്? എന്തോ എവിടെയോ പ്രശ്നം വരാനുള്ളത് പോലെ. ബേബി, വാട്ട് ഹാപ്പൻഡ്? ആർ യു ഷോക്ക്? ഞാൻ സർപ്രൈസ് ആയിട്ട് വിസിറ്റ് നടത്തിയത് നിനക്കൊരു ഷോക്കായി മാറിയോ? അല്ല, കോളേജിൽ എന്താ ചെയ്യുന്നേ? എന്നെ കാണാൻ വേണ്ടിയതാണോ? അല്ല, എന്നെ കാണാൻ വേണ്ടി വന്നതാണോ? അപ്പോൾ വീട്ടിലേക്ക് വന്നാൽ പോരെ? എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? ബേബി, ഞാൻ നിന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാ. എനിക്ക് കോളേജിൽ കയറുന്ന കാര്യം. വീട്ടിൽ വന്ന് എൻ്റെ കാല് തല്ലൊടിക്കാൻ വേണ്ടി റിജി അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവുന്ന എനിക്കറിയാം. അതുകൊണ്ടാ ഞാൻ ഇന്ന് പോകുന്നത്. എൻ്റെ ബേബിയെ കാണാൻ കൊതിച്ചു. എന്തൊക്കെയാണെങ്കിലേ പറയുന്നത്? എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ നിൽക്കുന്നുണ്ട്. I don't care, baby. You are my wife. എനിക്ക് എന്ത് വേണമെങ്കിലും നിന്നെക്കുറിച്ച് കമൻറ്റ് ചെയ്യാം. നീ എൻ്റെ വൈഫല്ലേ, മൈ ലിറ്റിൽ വൈഫി. ഒന്ന് പോകളെ. ഞങ്ങളെ കുറച്ച് പേര് ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് ഓർമ്മ വേണം കേട്ടോ. റൊമാൻസിനൊക്കെ കുറച്ച് അതിര് കൽപ്പിക്കാം. എൻ്റെ പ്രണയത്തിന് എവിടെ അതിര് കൽപ്പിച്ചിട്ടില്ല. എവിടെ വെച്ചാണെങ്കിലും എൻ്റെ പ്രണയം ഞാൻ എൻ്റെ ഭാര്യയോട് തുറന്നു കാണിക്കും. അതിന് ഞാൻ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ആർക്കും എന്തിനാടി മനുഷ്യരെ കിടത്ത് പേടിപ്പിക്കുന്നത്? എന്തിനാടി നീ പയ്യോ പറഞ്ഞേ? എടി, എന്താ പ്രശ്നം? ഓക്കെ, ഞാൻ പേടിപ്പിക്കുന്നില്ല, നീ സമാധാനപ്പെട്. പ്രശ്നം ആ പെൻസിക്കാരി വന്ന് ഇറങ്ങിയിട്ടുണ്ട്, വേറൊന്നുമല്ല. നടന്നതാന്ന് നമ്മുടെ അടുത്തേക്ക് വരുന്നു നിന്റെ ബ്രോ റിജി. ഇവനെന്താ ഇവിടെ? ഈ കാലം അനുവദിക്കൂല. അയ്യോ, ചേച്ചി എന്താ ഇവിടെ ചെയ്യുന്നേ? അങ്കളിനെ എങ്ങാനും കണ്ട? എടി യാമി, എങ്ങനെയെങ്കിലും നീ അവനെ പിടിച്ചു നിർത്ത്. ഞാൻ അപ്പയ്ക്കും അങ്കളിനെയും കൊണ്ട് ഇവിടുന്ന് പൊക്കോളാം. നീ ചെല്ല്, ഞാൻ എന്തായാലും ഓടാൻ പോവാ. അയ്യോ, ഇത് നന്നായി. എടി തേജു, ബേബി, ഇത് ഇങ്ങോട്ടേ പോകുന്നേ? അങ്കിളി വാ, ഓടാൻ നമുക്ക്. ഓ, ഈ അങ്കിളി തന്നെ അവിടെ തന്നെ നിൽക്കുന്നേ. വാ പൊളിച്ച് നിൽക്കാതെ ഒന്ന് വരുന്നുണ്ടോ ഇങ്ങോട്ട്? അങ്കിളേ, ഇതെന്തോ നോക്കി നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. തേജു ബേബി, നീ എന്തിനാ പേടിക്കുന്നേ? എന്നെ കൈവിട്ടെ, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. അയ്യോ, പറഞ്ഞു നിൽക്കാതെ ഇങ്ങ് ഓടുന്നുണ്ടോ? ഇങ്ങ് വാ എൻ്റെ അങ്കിളെ.
തേച്ചു, നിന്റെ ഈ കൈ പിടിച്ച് നടക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷെ ഈ കൈ പിടിച്ച് ഇങ്ങനെ പോടിക്കൊണ്ടിരിക്കുക. ഈ ഫീലിംഗ് ഒരു വെറൈറ്റി തന്നെയാണ്. ഐ ലൈക്ക് ദിസ് ഫീലിംഗ് ആൻഡ് ഐ റിയലി എൻജോയ് ദിസ് മൊമെന്റ്. റിജു വന്നോ? എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നെന്നറിയോ? കാത്തിരുന്ന് എൻ്റെ കണ്ണ് കഴിച്ചു തുടങ്ങി. എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ പറഞ്ഞ കാര്യം ഇവൾക്ക് എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞില്ലല്ലോ. ഇവളിങ്ങനെ വെറുതെ കിടന്ന് ചിരിക്കുന്നു. ഇതെന്തോന്ന്? അല്ല മോളെ യാമി, നിനക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. നീ ഇങ്ങനെ വെറുതെ ചിരിക്കുന്നേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ വെറുതെ ചിരിച്ചതാ. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലെങ്കിൽ വെറുതെ കിടന്ന് എന്തിനാടി ഒട്ടപസിക്കുന്നേ? ഞാൻ വീണ്ടും അറിയല്ലോ ഇവളുടെ മുഖം. മോളെ കിറ്റൻ, യാമി, എന്താ നിന്റെ പ്രശ്നം? ചേട്ടനോട് പറ, എന്തായാലും ചേട്ടൻ പരിഹരിച്ചു തരാം. നിനക്ക് എന്തോ കുഴപ്പമുള്ള പോലെ എനിക്ക് തോന്നുന്നു. കുഴപ്പമുണ്ട്. ഇപ്പോഴും കോളേജിൽ വന്നിരിക്കുന്നത് എന്നെ കാണാനല്ല, സ്വന്തം പെങ്ങളെ കാണാനായിരിക്കില്ലേ? അതന്നെ എനിക്ക് കുഴപ്പം. ആ, അസൂയാണോടി പെണ്ണെ? ഞാൻ എൻ്റെ പെങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണേൻ്റെ ആണോടി? എനിക്ക് അസൂയൊന്നും ആരോടുമില്ല. തേജുവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് എനിക്ക് വിഷമമില്ല. പക്ഷേ നിങ്ങളുടെ ഒരു ഫോൺ കോളിന് വേണ്ടി കാത്തിരിക്കുകയും നിങ്ങളൊന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു പാവം പിടിച്ചൊരു പെണ്ണെന്നുള്ള വിചാരം ഇടയ്ക്കെങ്കിലും ഒന്ന് ആലോചിക്കണം. എൻ്റെ പെണ്ണ് നല്ല കലിപ്പിലാണല്ലോ. എൻ്റെ യാമി, നിന്നെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു നിമിഷം പോലും എനിക്കില്ല. മൈ ലവ്. എന്നെ വിടുന്നുണ്ടോ? ദേ, ആരെങ്കിലും കാണാൻ ഇത് കോളേജാ. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം അറിഞ്ഞൊന്ന് സ്നേഹിക്കാന്ന് വിചാരിച്ചപ്പോ അതൊരു സമ്മതിക്കില്ലെന്ന് വെച്ചാ? എന്താ ഈ പറയുന്നത്? ഏട്ടാ, അവിടെ ജോബിന് ജിസു നിൽക്കുന്ന കണ്ടല്ലേ? അതും പോരാഞ്ഞ് കോളേജ്, അപ്പോഴൊരു റൊമാൻസ്. ജോബിനെ, നമ്മുടെയൊക്കെ ഒരവസ്ഥ നോക്കിയേ. സിംഗിൾ ആയിരിക്കുന്നതിന്റെ വിഷമം ഇതുപോലെ ഓരോന്ന് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. ആരും തന്റെ ഇവിടെ ഇല്ലാത്തത് അവന്റെ ഭാഗ്യം. സാരമില്ലടി, നമുക്കും ഒരു ദിവസം വരും. എന്താ ഇവിടെ നടക്കുന്നേ? ഓ, റൊമാൻസ് ചെയ്യപ്പെട്ട സമയം. ഇതെന്താ ഇങ്ങനെ നോക്കുന്നേ? എന്താ എന്റെ മുഖത്ത് വല്ല തിരിക്കുന്നുണ്ടോ? നിന്റെ മുഖത്തല്ല, നിന്റെ തലയ്ക്കകത്ത് ഒരുപാട് രഹസ്യം അടങ്ങിയിരിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായി. യാമിയും റിജുവും തമ്മിൽ എന്താ ബന്ധം? ഞാൻ പിന്നീട് അച്ഛൻ എന്താ ഈ പറയുന്നേ? അതവരെ ചതിക്കുന്ന പോലെ അവിടെ അവരുടെ കമ്പനി ഡീറ്റെയിലൊക്കെ ഞാൻ അച്ഛൻ്റെ അടുത്ത് എത്തിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് അത് ശരിയാവില്ല. മോളെ, നീ എല്ലാം മറന്നു. നിന്റെ അമ്മയെ എന്നിൽ നിന്ന് പിരിച്ചതായാലോ. ആ കുടുംബത്തിനോട് എന്തെങ്കിലും ചെറുതായിട്ട് ഇങ്ങനെ ഒരു പ്രതികാരം ചെയ്യാൻ കിട്ടിയ അവസരം നമ്മൾ അത് പാഴാക്കരുത്. അച്ഛൻ്റെ വിഷമം നിനക്ക് മനസ്സിലാവണില്ല മോളെ. അച്ഛൻ വിഷമിക്കണ്ട. ഞാൻ അച്ഛന് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാ. അച്ഛൻ എന്താ പറഞ്ഞാൽ മതി. ആ ഓഫീസിൽ നിന്ന് ഏത് ഫയൽ വേണമെങ്കിലും അവരുടെ ഏത് പ്രോജക്റ്റ് വേണമെങ്കിലും ഞാൻ അച്ഛൻ്റെ കയ്യിൽ എത്തിക്കാം. അച്ഛനറിയാം. അച്ഛൻ്റെ മോള് അച്ഛൻ പറഞ്ഞത് കേൾക്കുന്നുള്ളത്. അവർക്ക് 2 ആഴ്ച കഴിഞ്ഞാൽ പുതിയൊരു പ്രോജക്റ്റ് കിട്ടാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ വേണം മോൾ അച്ഛൻ്റെ കയ്യിൽ എത്തിക്കാൻ. പിള്ളേരെ എല്ലാം നല്ല രീതിയിലെടുത്ത് കഴിച്ചണം. ഒന്നുപോലും ബാക്കി വെക്കരുത്. മോളെ റീമി, ഭക്ഷണത്തിനൊന്നും നല്ല കുറവുണ്ടോ? ഞാൻ അത്ര വലിയ പാചകക്കാരനൊന്നല്ല കേട്ടോ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഏയ് ഇല്ലല്ല, നന്നായിട്ടുണ്ട് ഫുഡ്. മോളുടെ ഇഷ്ടങ്ങളൊന്നും എനിക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചത് കേട്ടോ. അല്ല, ഇനി മോള് ഇനി UK-ക്കൊന്നും തിരിച്ചു പോകുന്നില്ലല്ലോ, ഇവിടെ തന്നെയല്ലേ? ഡാഡ പറഞ്ഞപ്പോഴാ എനിക്കിപ്പോൾ ഓർമ്മ വന്നേ. എടി, ഇനി നീ എന്താ ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇവിടുത്തെ വല്ല കമ്പനിയിലും ജോബ് കിട്ടുമോ നോക്കണം. ഇല്ലെങ്കിൽ ഞങ്ങളുടെ കമ്പനിയിൽ തന്നെ കയറി കൂടണം മാമനോട് പറഞ്ഞിട്ട്. ചേച്ചി എന്തിനാ വേറെ കമ്പനിയിലൊക്കെ ജോലി നോക്കുന്നേ? ചേച്ചിക്ക് നമ്മുടെ കമ്പനിയിൽ തന്നെ കയറിക്കൂടെ? അവിടെ ആകുമ്പോൾ തന്നെ ഇതാ ഡാഡയുണ്ട്, അതുപോലെ തന്നെ എൻ്റെ റിജു ഉണ്ടല്ലോ. മോളെ തേജു, നീ എന്താ ഈ പറയുന്നത്? നിങ്ങളുടെ കമ്പനിയിൽ? എടി ലൂസ്, നിങ്ങളുടെ കമ്പനിയല്ല, നമ്മുടെ കമ്പനി അത്. അത് എന്തൊക്കെ ഈ പറയുന്നത് റിജു? അങ്കിളെ എന്താ അവനൊക്കെ പറയുന്നത്?
എനിക്കറിയാം മോൾക്ക് കൺഫ്യൂഷനായി കാണുമെന്ന്. മോളോടൊന്നും ചോദിക്കാൻ പറയാതെ ഞാൻ അതൊക്കെ ചെയ്തതെന്ന് അറിയാം. പക്ഷെ ആ സമയത്ത് മോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ. എൻ്റെ എല്ലാ സ്വത്തിൻ്റെയും 3 പകുതിയാണ്. അതുപോലെ 3 ഷെയർ എൻ്റെ ഈ 3 മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. മോൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. ഞങ്ങൾ ആരും നിർബന്ധിക്കില്ല. മോൾക്ക് എന്താ ഇഷ്ടം അതുപോലെ ചെയ്താൽ മതി. ഞാൻ സ്വന്തം മകളല്ലാഞ്ഞിട്ട് പോലും എൻ്റെ പേരിൽ കമ്പനിയുടെ ഷെയറൊക്കെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ.